ഒരു നല്ല നസീഹത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لو رأت النسوان نادي لزليخا وجه هادي لم يقطعنا الأيادي بل لروح يفتدينا. أمة سيدنا ومولانا محمد ഏറ്റവും ബഹുമാനവും അതിലപ്പുറം സ്നേഹവുമുള്ള അഭിവന്ദരായ ഉസ്താദുമാർ, സ്നേഹനിധികളായ സംഘടനാ പ്രവർത്തകർ, ഈ മഹത്തായ അനുഗ്രഹീതമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ദീനി സ്നേഹികളായ സഹോദരന്മാര്, സഹോദരിമാര്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുകൂടലിനെയും പറയലിനെയും കേൾക്കലിനെയും പിരിയലിനെയും എല്ലാം അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ശരീരത്തിന് ആഫിയത്തും മനസ്സിന് റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക എന്നതാണ് ഇത്തരം സദസ്സുകളിൽ നാം ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എല്ലാ സമയത്തും ലോകത്ത് നടക്കുന്ന ഒരു കർമ്മമാണ് സ്വലാത്ത്. സ്വലാത്ത് ഇല്ലാത്ത ഒരൊറ്റ സമയവും ഈ ലോകത്ത് കടന്നു പോകുന്നില്ല. എല്ലാ സമയത്തും റസൂലുള്ളാഹിയുടെ പേര് പറയപ്പെടുന്നു. പറയപ്പെടാത്ത ഒരു നിമിഷം പോലും ലോകത്ത് ഇല്ലേ ഇല്ല. നാം നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് തിരിയും. ഇപ്പോൾ ഇവിടെ നാം ഇശ നിസ്കരിച്ചു. അതിനു മുമ്പ് ഇശ ബാങ്ക് കൊടുത്തു. ആ ബാങ്ക് കൊടുത്തപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആ ബാങ്ക് വിളിച്ചത്. അതിനുശേഷം ഇഖാമത്ത് നിർവഹിക്കപ്പെട്ടു. അപ്പോഴും അതിൽ റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയപ്പെടുകയുണ്ടായി. ഇത് ഈ അകലാട് ഇപ്പോൾ പറയപ്പെട്ടുവെങ്കിൽ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് പറഞ്ഞത് ഇതിനേക്കാൾ 1 മിനിറ്റ് മുമ്പാകുന്നു. അതിന്റെ ഒരല്പം മുമ്പാണ് അതിന്റെ കിഴക്ക് ഭാഗത്ത്. ഇങ്ങനെ ഓരോ സമയത്തും ലോകത്ത് ബാങ്ക് കൊടുക്കപ്പെടുന്നു, ഇഖാമത്ത് നിർവഹിക്കപ്പെടുന്നു. ലോകത്ത് റസൂലുള്ളാഹിയുടെ പേര് പറയപ്പെടാത്ത ഒരൊറ്റ നിമിഷവും കഴിഞ്ഞു പോകുന്നില്ല. മുഴു സമയത്തും അത് നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹിയുടെ സ്വലാത്ത് ലോകത്ത് അല്ലാഹു നിർവഹിക്കുന്ന കാര്യമാണ്, മലക്കുകൾ നിർവഹിക്കുന്ന കാര്യമാണ്. അല്ലാഹു അത് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ആമുഖമായി ഓതിയ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന പരമാർത്ഥം അത് തന്നെയാകുന്നു. അല്ലാഹു നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. വമലായികത്തുഹു, അല്ലാഹുവിന്റെ മലക്കുകളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവും റസൂലും അല്ലാഹുവും അവന്റെ മാലാഖമാരും നിർവഹിക്കുന്ന ആ സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് സത്യവിശ്വാസികളായ നമ്മോട് അല്ലാഹു പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി, നബിയുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ സ്വലാത്തിന്റെ മജ്ലിസാണ്, ആ സ്വലാത്തിന്റെ ഒരുമിച്ച് കൂടലാണ് ഇപ്പോൾ നാം നിർവഹിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.
ആരാണ് മുത്തുനബി എന്ന് അറിയാത്തവരായി ആരുമില്ല. റബീഉൽ അവ്വൽ മാസം തീരുന്നത് വരെ ഒരുപാട് കുറച്ച് സൗകര്യക്കുറവുണ്ടായിരുന്നുവെങ്കിൽ തന്നെ എല്ലാ ഭാഗത്തും അത് കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തുകൂടാനോ മജ്ലിസ് വിപുലമാക്കാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ തന്നെ എല്ലാ ഭാഗത്തും അത് നടന്നിട്ടുണ്ട്. എന്നിട്ട് റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടും ഈ മദ്ഹ് പ്രഭാഷണത്തിന് യാതൊരു അവസാനവും വന്നിട്ടില്ല. അത്രമാത്രം പറയാനും കേൾക്കാനും എഴുതാനും പ്രചരിപ്പിക്കാനും ഒക്കെ ധാരാളമുള്ളതാണ് റസൂലുള്ളാഹിയുടെ പ്രത്യേകത, റസൂലുള്ളാഹിയുടെ ബഹുമതികൾ. ചുരുക്കം മാത്രമേ ഞാൻ പറയൂ. ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിന് ഏത് വിധത്തിലുള്ള മാഹാത്മ്യം, ഏത് വിധത്തിലുള്ള അളവുകോല് എടുത്താലും മുത്തുനബി ആ നല്ല കാര്യങ്ങളിലൊക്കെ ഒന്നാമനായിരിക്കും. ജനസേവന രംഗത്ത് റസൂലുള്ളാഹി ചെയ്ത സേവനങ്ങൾ പരിശോധിച്ചാൽ റസൂലുള്ളാഹിക്ക് തുല്യമായ ഒരൊറ്റ മനുഷ്യനും ഇല്ല. മാത്രമല്ല, ശാരീരിക ബലത്തിന്റെ കാര്യത്തിലാണ് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് എങ്കിൽ റസൂലുള്ളാഹി തങ്ങളെപ്പോലെ ശരീരത്തിന് ശക്തിയുള്ള ഒരു മഖ്ലൂക്ക് ഇല്ലേ ഇല്ല. ഭംഗിയുടെ കാര്യത്തിലാണ് ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ റസൂലുള്ളാഹിയെ പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനും ഈ ലോകം കണ്ടിട്ടില്ല. ഇങ്ങനെ തുടങ്ങി ഏതേത് കാര്യങ്ങൾ എടുത്താലും അതിലൊക്കെ ഒന്നാം റാങ്കർ റസൂലുള്ളാഹി തങ്ങളാകുന്നു. ഒരിക്കൽ അബൂലഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കഠിന ശത്രുവായ റസൂലുള്ളാഹിയുടെ പിതൃവ്യനായ അബ്ദുശംസ് എന്ന മനുഷ്യൻ, അയാളുടെ സ്ഥാനപ്പേര് അബൂലഹബ് എന്നായിരുന്നു. അയാളുടെ വീട്ടിൽ എല്ലാ ദിവസവും തൊഴിലിന് വരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ ദിവസവും അബൂലഹബിന്റെ വീട്ടിൽ അയാൾ പണിക്കെത്തും. എന്നിട്ട് തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഇയാൾ നിർവഹിക്കും. എന്നും നിശ്ചയിക്കപ്പെട്ട സമയത്തേക്കാൾ ഒരല്പം നേരത്തെ വരും. തനിക്ക് വീട്ടിലേക്ക് പോകാൻ സമ്മതം നൽകപ്പെട്ട സമയവും കഴിഞ്ഞിട്ട് ഒരല്പം കഴിഞ്ഞിട്ടേ പോകൂ. ഇങ്ങനെ നന്മകൾ ഒരുപാട് ഒത്തിണങ്ങിയ ഒരു നല്ല പണിക്കാരൻ ഈ പണക്കാരന് കിട്ടി. എന്നാൽ അബൂലഹബുമായിട്ട് ഈ തൊഴിലാളി ഒരു കരാറുണ്ടാക്കിയിരുന്നു. കരാർ മറ്റൊന്നുമല്ല, എനിക്ക് നിങ്ങൾ ദിവസക്കൂലി നൽകേണ്ടതില്ല, എനിക്ക് നിങ്ങൾ മാസ ശമ്പളവും തരേണ്ടതില്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന ഓരോ ദിവസത്തെയും കൂലി അത് എഴുതി വെച്ച് അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വീട് പുരയിടത്തിന് ആകുന്ന സമയത്ത് അത് എന്നെ ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾക്കും അതൊരു സൗകര്യമാണ്, എനിക്കും അത് ഉപകാരപ്പെടും എന്നൊരു കരാറുണ്ടാക്കിയിരുന്നു. അബൂലഹബ് സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്തു. നാളുകൾ അങ്ങനെ കഴിഞ്ഞു, വർഷങ്ങൾ അങ്ങനെ പിന്നിട്ടു. ഇപ്പോൾ ഈ തൊഴിലാളിക്ക് തന്റെ കണക്കനുസരിച്ച് വീടുണ്ടാക്കാനുള്ള സ്ഥലത്തിനുമുള്ള കാശ് അബൂലഹബിന്റെ പെട്ടിയിലുണ്ടാകും എന്ന് തനിക്ക് ഉറപ്പായി. എന്നിട്ട് മുതലാളിയോട് ചെന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, അങ്ങ് എനിക്ക് തരാനുള്ള കാശ് അത് നൽകുന്നുവെങ്കിൽ എനിക്കും മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ആ കാശ് തരണം. ഇത് പറഞ്ഞപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ സ്നേഹമോ ആ സ്നേഹപ്രകടനമോ അവിടെ പ്രകടമായില്ല, മറിച്ച് അയാൾ ഒരു ചാട്ടം. അബൂലഹബ്, ആ കാശ് തരാനുള്ളതല്ല, നിനക്ക് കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് അത് ബലമായി പിടിച്ചെടുക്കാം, ഞാൻ അത് തരില്ല. എന്തായിരിക്കും ആ സാധു മനുഷ്യന്റെ ഇന്നേരത്തെ മാനസിക അവസ്ഥ എന്ന് ഓർത്തു നോക്കൂ. കരഞ്ഞു, പിന്നെയും കരഞ്ഞു. കാരണം മക്കയിലെ വില്ലാളി വീരനാണ് അബൂലഹബ്. അയാളെ അനുസരിപ്പിക്കാൻ കഴിയുന്ന ആരും ആ ദിക്കിലൊന്നും ഉണ്ടായിരുന്നില്ല. പാവപ്പെട്ട ഈ തൊഴിലാളി അന്നത്തെ മക്കയിലെ പ്രമുഖരായ അബൂജഹലിനെയും അബൂസുഫിയാനിനെയും ഉത്ബത്ത് ശൈബത്തുമാരെയും ചെന്ന് കണ്ടു. എന്നിട്ട്
തന്റെ വേദനിക്കുന്ന കഥ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു കേൾപ്പിച്ചു. അവനതൊക്കെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾ ഈ പറയുന്നത് ഒരു വസ്തുതയാണ്, താങ്കളെ സഹായിക്കേണ്ടത് അനിവാര്യവുമാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, അബൂലഹബ് ഞങ്ങളുടെ നേതാവാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അനുസരിക്കുക എന്നല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള ഒരു വീറ്റോ പവർ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങളെ നിഷ്ഫലനായിട്ട് പറഞ്ഞയക്കേണ്ടി വന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു, വിഷമിക്കുന്നു. ഈ തൊഴിലാളി ഈ ബൂർഷ കുത്തക മുതലാളിമാരുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ കാശ് വാങ്ങിത്തരുമെന്ന അതിയായ പ്രതീക്ഷയോടുകൂടെയായിരുന്നു വന്നത്. ഇപ്പോൾ തളർന്നിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, പക്ഷേ നിന്നെ ഞങ്ങൾ സഹായിക്കാം മറ്റൊരു മാർഗത്തിലൂടെ. ഈ അബൂലഹബിൽ നിന്ന് ഇത് വാങ്ങിത്തരാൻ കഴിവുള്ള ഒരു മനുഷ്യൻ ഞങ്ങളുടെ അറിവിലുണ്ട്, അയാളെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം, അദ്ദേഹത്തെ കാണിച്ചു തരാം. അത് മതി. നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും എന്റെ കാശ് കിട്ടാനുള്ള ഒരു മാർഗം നിങ്ങൾ കണ്ടുപിടിച്ച് അത് എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ, വല്ലാത്ത ഉപകാരം തന്നെയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ തൊട്ടടുത്തേക്ക് ഇതാ വരുന്നു. ആ സമയത്ത് നേരത്തെ പറഞ്ഞ മുതലാളിക്കൂട്ടം ഈ സാധു മനുഷ്യനോട് പറഞ്ഞു, അതാ ആ വരുന്ന വെളുത്ത മനുഷ്യൻ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനിയാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അത് ലംഘിക്കാൻ ഈ നാട്ടിൽ ഒരു കുട്ടിക്ക് പോലും ധൈര്യം വരില്ല. അദ്ദേഹം ഈ കാര്യം ഏറ്റെടുക്കുകയും എന്നിട്ട് ഇതിന് അനുയോജ്യമായ പരിഹാരം നൽകുകയും ചെയ്യും, തീർച്ച, യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ആ സാധു മനുഷ്യനെ ഉപയോഗപ്പെടുത്തി റസൂലുള്ളാഹിയെ കളിയാക്കാനുള്ള പരിപാടിയായിരുന്നു. ഈ മനുഷ്യൻ അത് കേട്ടു. എന്നിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ സന്നിധാനത്തിലേക്ക് ചെന്നു. റസൂലുള്ളാഹിയാണെന്നൊന്നും അറിയില്ല. എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാന്യ മനുഷ്യൻ എന്ന് മാത്രമേ അയാൾക്ക് അറിയൂ. ചെന്നിട്ട് ഇവരോട് പറഞ്ഞതൊക്കെ അദ്ദേഹത്തോടും നബിയോടും പറഞ്ഞു. എല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ കാശ് അധ്വാനിച്ച കാശല്ലേ, നിങ്ങളുടെ ആ കാശ് അത് ഞാൻ വാങ്ങിത്തരിക തന്നെ ചെയ്യും, അതിന് വേണ്ടതൊക്കെ ചെയ്യും, നിങ്ങൾ സമാധാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വിളിച്ചു. ആരാണ് സിദ്ദീഖുൽ അക്ബർ എന്ന് ഈ സദസ്സിൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. റസൂലുള്ളാഹിയുടെ എല്ലാ രഹസ്യവും സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം പരസ്യമായിരുന്നു. ഹിജ്റ സംഭവം ആരോടും പറയരുതെന്ന് പറഞ്ഞപ്പോൾ ആ ഹിജ്റ മദീനയിലേക്കുള്ള യാത്ര സിദ്ദീഖിനോട് പറയണമെന്നും ആ യാത്രയിൽ സിദ്ദീഖിനെ സഹയാത്രികനായി കൂട്ടണമെന്നും റസൂലുള്ളാഹിയോട് അല്ലാഹ് പറഞ്ഞതായിരുന്നു. അങ്ങനെയുള്ള സിദ്ദീഖുൽ അക്ബറിനെ റസൂലുള്ളാഹി വിളിച്ചു. എന്നിട്ട് തന്റെ പിന്നിൽ നിർത്തി. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചു. ആരാണ് ഉമർ? ലൗ സലക ഉമർ ഫീ ഫജ്ജിൻ ലസലക ശൈത്താനു ഫീ ഫജ്ജിൻ ആഖർ. ഉമർ ഒരു വഴിയിലൂടെ കടന്നു വന്നാൽ ആ വഴിയിലൂടെ പിശാചിന് കടന്നു വരാൻ ധൈര്യം വരികയില്ല. ഉമർ ഈ വഴിക്ക് അങ്ങോട്ട് ചെല്ലുന്നു, ഇബ്ലീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. പക്ഷേ ഉമറിനെ കണ്ടാൽ ഈ വഴിക്ക് അടുക്കാൻ ഇബ്ലീസിന് കഴിയില്ല. ഏത് ഇബ്ലീസ് എന്നറിയാമോ? ഇന്ന ശൈത്താന ലയജ്രി മജ്റദ്ദമി മിൻ ബനി ആദം. മനുഷ്യനിലെ രക്തമൊഴുകുന്ന എല്ലാ സ്ഥലത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള കഴിവുള്ള ഇബ്ലീസിന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് അടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഉമർ, കിസ്റയും കൈസറും ഉമറിന്റെ പേര് കേട്ടാൽ ഞെട്ടിവറക്കും. അങ്ങനെയുള്ള ഉമറിനെ വിളിച്ചു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ പിന്നിൽ നിർത്തി. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വിളിച്ചു. ഉസ്മാൻ വന്നു. ഉസ്മാൻ ആരാണെന്ന് അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒരു മകളെ ഉസ്മാനിന്റെ കല്യാണം കഴിച്ചു കൊടുത്തു. അവരുടെ മരണാനന്തരം രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു.
അവരും മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, എനിക്ക് ഇനിയും പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഉസ്മാനിനെ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്നായിരുന്നു. ചുരുക്കത്തിൽ മരുമകനായിട്ട് കൊതി തീരാത്ത ഉസ്മാൻ, ആ ഉസ്മാനിനെ വിളിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പിന്നിൽ നിർത്തി. ശേഷം വിളിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരെയായിരുന്നു. അലിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ധീരതയുടെ പര്യായമാണ്. അലി യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ അതോടുകൂടെ ശത്രുവിന്റെ പതനം ഉറപ്പ്. ഇങ്ങനെയുള്ള അലി, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാണ്, നോളജ് സിറ്റിയാണ്. വ അലിയും ബാബുഹാ, അതിലേക്ക് കടന്നു വരാനുള്ള കവാടം മഹാനായ അലിയാണെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ച ആ അലി കഴിഞ്ഞില്ല. ഖൈബർ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന നേരം ഒരുപാട് മുസ്ലിം അംഗങ്ങൾ ഖൈബറിൽ മുറഹിബിന്റെ വെട്ടേറ്റ് വീണുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഒരു ദിവസം രാത്രി റസൂലുള്ളാഹി മുസ്ലിം സേനകളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നാളെ സുബഹി നിസ്കാരത്തിന് ശേഷം ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ ഇസ്ലാമിന്റെ പതാക നൽകും. ആ പതാകയുമായിട്ട് അയാൾ യുദ്ധക്കളത്തിൽ ഇറങ്ങും. എന്നിട്ടോ മുറഹിബിനെയും ഈ മുറഹിബിന്റെ അനുയായികളെയും പരാജയപ്പെടുത്തും. ഈ ഖൈബർ നമുക്ക് അനുകൂലമാക്കി മാറ്റും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നാളെ സുബഹി നിസ്കാരാനന്തരം ഞാൻ പതാക വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വഹാബിമാർ ഓരോരുത്തരും നേരത്തെ വന്നു ജമാഅത്തിന്. എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹം, ആ പതാക എന്റെ കയ്യിൽ കിട്ടണം, ആ പതാക എനിക്ക് കിട്ടണം. മുറഹിബുമായി ഏറ്റുമുട്ടുന്നവൻ ഞാനാകണം. മുറഹിബുമായി ഏറ്റുമുട്ടി മരണപ്പെടുന്നുവെങ്കിൽ അതും ഞാനാകണം. സ്വർഗത്തിന്റെ കവാടത്തിലാണ് നിൽക്കുന്നത്. ഓരോരുത്തരും അത് ആഗ്രഹിക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞു. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത, വളരെ നിശബ്ദത. ആ സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ചോദിച്ചു, എവിടെ അലി, എവിടെ പോയി? അലി അന്ന് ജമാഅത്തിന് വന്നിരുന്നില്ല. അലി തങ്ങൾ അന്ന് സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് എത്തിയിരുന്നില്ല. തനിക്ക് കണ്ണിന് മാരകമായ രോഗം ബാധിച്ചതുകൊണ്ട് തന്റെ തമ്പിൽ തന്നെയായിരുന്നു അന്ന് സുബഹി നിസ്കാരം നിർവഹിച്ചത്. കൂട്ടുകാർ പറഞ്ഞു, അലിയിന് കണ്ണിന് സുഖമില്ല, അതുകൊണ്ട് കൂടാരത്തിൽ തന്നെയാണ് നിസ്കരിച്ചതും അവിടെ തന്നെയാണ് വിശ്രമിക്കുന്നതും. റസൂലുള്ളാഹി പറഞ്ഞു, അലിയിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. സ്വഹാബിമാര് ചെന്നു, അലിയിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. റസൂലുള്ളാഹി സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. റസൂലുള്ളാഹി തന്റെ ഉമിനീരെടുത്തിട്ട് അലിയുടെ കണ്ണിൽ പുരട്ടിയപ്പോൾ ആ കണ്ണിന്റെ അസുഖം അന്ന് മാറി. പിന്നീട് അലി പറയുന്നു, എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ആ കണ്ണിന് ഒരു അസുഖവും വന്നിട്ടില്ല. മാത്രമല്ല, എന്റെ മറ്റേ കണ്ണിനും അന്ന് അസുഖം വന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ ഈ കണ്ണിനേക്കാൾ, നേരത്തെ കാഴ്ചയുള്ള കണ്ണിനേക്കാൾ വളരെ സുഖകരമായ ഒരു അവസ്ഥ ഈ കണ്ണിന് റസൂലുള്ളാഹിയുടെ ഉമിനീര് കണ്ണിൽ തട്ടിയപ്പോൾ ആ സമയം മുതൽ ഉണ്ടായിത്തീർന്നു. അങ്ങനെ റസൂലുള്ളാഹി പതാക കൊടുത്തു അലിയുടെ കയ്യിൽ. എന്നിട്ട് ഖൈബറിലേക്ക് കുതിച്ചു. ഖൈബർ ഇതാ വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് ആളുകളെ മുറഹിബ് കൊല ചെയ്തിരുന്നു. മുറഹിബ് വെട്ടുന്നു, അലി തടുക്കുന്നു, അലി വെട്ടുന്നു, മുറഹിബ് തടുക്കുന്നു. അങ്ങുമിങ്ങും ഏറ്റുമുട്ടിക്കൊണ്ട് ആർക്കും ആരെയും പരാജയപ്പെടുത്താൻ കഴിയാതെ വാളിന്റെ കെട്ടകെട്ട ശബ്ദവും പരിചയുടെ ചില ശബ്ദവും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു. ദീർഘമായ സമയത്തിന് ശേഷം അല്ലാഹു അക്ബർ എന്ന ഒരു മന്ത്രധ്വനി ആ ഖൈബറിൽ നിന്ന് ഉയർന്നു. അത് അലിയുടെ സ്വരമായിരുന്നു. എങ്കിൽ മുറഹിബിന്റെ പരാജയവും ആ മണൽത്തട്ടിൽ മുറഹിബ് വീണ ആ രംഗവുമായിരുന്നു. ഇങ്ങനെയുള്ള അലിയെ ഉസ്മാനിന്റെ പിന്നിൽ നിർത്തി. 4 പേര് റസൂലുള്ളാഹിയുടെ തൊട്ട് പിന്നിൽ. എന്നിട്ട് ഈ പാവപ്പെട്ട തൊഴിലാളിയെ റസൂലുള്ളാഹി തന്റെ മുന്നിൽ നിർത്തി. ഇങ്ങനെ 6 അംഗങ്ങളുള്ള സംഘം അബൂലഹബിന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ടോ വീടിന്റെ വാതിൽ കൊട്ടി. അയാൾ വന്നിട്ട് വാതിൽ തുറന്നു. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് താൻ കാണാൻ ആഗ്രഹിക്കുന്നവരെയല്ല. ഉടനെ ചോദിച്ചു, മുഹമ്മദേ, എന്താണ് ഈ ആ സമയത്ത് കടന്നു വരാൻ കാരണം? റസൂലുള്ളാഹി ചോദിച്ചു,
ഈ നിൽക്കുന്ന മനുഷ്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാനൊരാളുമായിട്ടാണ് വന്നിട്ടുള്ളത്, ഞങ്ങളുടെ ലീഡറാണ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അബൂലഹബ് പറഞ്ഞു, ഇയാളെ എനിക്ക് പരിചയമുണ്ടെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ എന്നെ പോലെ പരിചയമുള്ള ഒരാള് ഈ കാണുന്ന വിശാല മക്കയിൽ ഉണ്ടാവുകയേയില്ല. അത്രയും പരിചയം ഞാനും ഇയാളും തമ്മിലുണ്ട്. എന്നാൽ ചോദിക്കട്ടെ, നിങ്ങൾ അയാൾക്ക് ഇത്ര കാലത്തെ വേതനം കൊടുക്കാനുണ്ടെന്നും അത് കൊടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അബൂലഹബ് പറഞ്ഞു, ഞാൻ കൊടുക്കാനുള്ളത് ശരിയാണ്, എങ്കിൽ അത് കൊടുക്കൂ. ഉടനെ പറഞ്ഞു. അബൂലഹബ് പറഞ്ഞു, ഞാനത് പിന്നീട് കൊടുക്കാം, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് അത് കൈമാറാമെന്ന് പറഞ്ഞു. പറ്റില്ല, അത് ഇപ്പോൾ കൊടുക്കണം, അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉടനെ അബൂലഹബ് തന്റെ വീട്ടിന്റെ ഉള്ളിൽ പോയി തുറക്കേണ്ട അലമാരകളൊക്കെ തുറന്നു, കൃത്യമായ കാശെടുത്തു. എന്നിട്ട് വന്നിട്ട് റസൂലുള്ളാഹിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ റസൂലുള്ള പറഞ്ഞു, എനിക്കല്ല തരേണ്ടത്, കൊടുക്കേണ്ട നിന്റെ സുഹൃത്തിന് കൊടുക്കൂ. ആ തൊഴിലാളിയുടെ കയ്യിലേക്ക് ആ കാശ് കൃത്യമായിട്ട് വെച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുലുമാലികൾ ഉണ്ടല്ലോ, അവരവിടെ നിന്നുകൊണ്ട് ഇതിങ്ങനെ വീക്ഷിക്കുകയാണ്. അവർ പിന്നീട് ചോദിച്ചു, ഓ അബ്ദുശംസ് എന്ന അബൂലഹബേ, നീ മുഹമ്മദ് വന്നപ്പോ പേടിത്തൊണ്ടനായിക്കൊണ്ട് ആ കാശ് കൊടുത്ത രംഗം വളരെ ദയനീയമായി പോയി, ഞങ്ങളെ മുഴുവൻ നീ പറയിച്ചുവല്ലോ. അബൂലഹബ് പറഞ്ഞത്, മുഹമ്മദ് ആ വന്നു നിൽക്കുന്ന സമയത്ത് അവന്റെ ചുമലിൽ 2 സിംഹങ്ങൾ ഉണ്ടായിരുന്നു. ഞാനെങ്ങാനും അവൻ പറയുന്നതിന് എതിര് പറഞ്ഞാൽ ആ സിംഹം എന്നിലേക്ക് ചാടാൻ സർവസന്നദ്ധമായിട്ട് നിലകൊള്ളുന്നു. അതുകൊണ്ട് എനിക്കത് സമ്മതിക്കേണ്ടി വന്നു, കൊടുക്കേണ്ടി വന്നു. ചുരുക്കം, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് ലോകത്ത് ഏറ്റവും വലിയ സേവനം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. ഈ ലോകത്ത് ശക്തന്മാരായ പല ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ശക്തിയുടെ ശരീര ഇത് അല്ലേ ഉപ്പ നല്ല ശക്തിയുള്ള ആളായിരുന്നു. ഞങ്ങളൊന്നിച്ച് ആജിന് വെച്ചിട്ടുണ്ട്. നല്ല ശക്തി ബലമൊക്കെ ഉള്ള ആളായിരുന്നു. ശരീരത്തിന്റെ ശക്തിയുടെ പേരിൽ ചിലരോട് വലിയ താല്പര്യമാണ്. ഈ ലോകത്ത് മൈക്ക് ടൈസൺ എന്നൊരാൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അയാൾ വലിയ ഇടിരാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അയാളുടെ അനുയായികൾ സിന്ദാബാദ് വിളിക്കും. അതിന്റെ മുമ്പ് ലോറി ഹോംസ് എന്നൊരു മനുഷ്യനായിരുന്നു. അതിന്റെയും മുമ്പ് മുഹമ്മദ് അലി ക്ലേ എന്ന മനുഷ്യനായിരുന്നു. ഇവരൊക്കെ ഇടിക്കൂട്ടിലെ രാജാക്കന്മാരായിരുന്നു. ആ ശരീരശക്തിയുടെ പേരിലാണ് ലോകം അവരെ ആദരിച്ചിരുന്നത്. ഞാൻ ചുരുക്കി മാത്രം പറയട്ടെ, അറേബ്യയിൽ റുക്കാനത്ത് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. റുക്കാനത്തിന്റെ പ്രത്യേകത വളരെ ശക്തനാണ്, മല്ലനാണ്. അദ്ദേഹവുമായിട്ട് ആരെങ്കിലും മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആരായിരുന്നാലും ശരി പരാജയം സമ്മതിപ്പിച്ചേ റുക്കാനത്ത് വിടൂ. ആർക്കും റുക്കാനത്തിനെ പരാജയപ്പെടുത്താൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള റുക്കാനത്ത് ഇയാൾ ഒരു ദിവസം റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഓ മുഹമ്മദേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാനും നീയും തമ്മിൽ ഒരു ദ്വന്ദ്വ യുദ്ധം നടത്തുക, എന്നിട്ട് അതിൽ നീ വിജയിക്കുകയും ചെയ്യുക. എങ്കിൽ നിന്റെ പ്രസ്ഥാനത്തിൽ ഞാനും പ്രവേശിക്കും, എനിക്കതില് മടിയില്ല. അയാൾ മനസ്സിലാക്കുന്നത് അയാളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നാണ്. അത് തന്നെയാണ് അറേബ്യൻ നാട്ടിലെ മുഴുവൻ വ്യക്തികളും മനസ്സിലാക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, അങ്ങനെ ഒരു വ്യവസ്ഥയെങ്കിൽ ഞാൻ അതിന് തയ്യാറുണ്ട്. താങ്കൾക്ക് സമയം തെരഞ്ഞെടുക്കാം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സമയം തന്നെ തെരഞ്ഞെടുക്കണം. അങ്ങനെ തീരുമാനമായി. ഇന്ന് ആ ദിവസമാണ്. എല്ലാവരും ഗ്രൗണ്ടിലെത്തിയിരിക്കുന്നു, എല്ലാവരും കാണികളായിട്ട് നിൽക്കുന്നു. റുക്കാനത്ത് റിംഗിൽ ഇറങ്ങി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് റുക്കാനത്തിന്റെ നേരെ വന്നു. റുക്കാനത്തും റസൂലുള്ളാഹിയും തമ്മിൽ മൽപിടുത്തം നടന്നു. അനിവാര്യ ഘട്ടമാണ്, മറന്നു പോകരുത്. അധികം കഴിയുന്നതിന്റെ മുമ്പ് സംഭവിച്ചത്, റുക്കാനത്ത് ആ മണൽപ്പരപ്പിൽ മലർന്നടിച്ചു വീണു. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു.
ഇത് കണ്ടപ്പോൾ അതുവരെ മുഴുവൻ ജനങ്ങളും ഈ റുക്കാനത്തിൻക്ക് ജയ് വിളിച്ചിരുന്നവരൊക്കെ അന്തം വിട്ടുപോയി. എന്താണ് ഈ സംഭവിച്ചത്? റുക്കാനത്ത് വെളുപ്യനായി. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, മുഹമ്മദേ, അബദ്ധത്തിൽ കാല് തെറ്റലും വീടിലൊക്കെ പതിവാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഏറ്റുമുട്ടിക്കൂടെ? റുക്കാനത്ത് താങ്കൾക്ക് താല്പര്യമെങ്കിൽ ഞാനത് സമ്മതിക്കുന്നു പറഞ്ഞു. അങ്ങനെ റുക്കാനത്തുമായുള്ള ഏറ്റുമുട്ടൽ രണ്ടാമതും നടന്നു. ഉടനെ തന്നെ റുക്കാനത്ത് പരാജയപ്പെടുകയും ചെയ്തു. മൂന്നാമതും ഒന്ന് ഏറ്റുമുട്ടണമെന്ന് റുക്കാനത്തിന്റെ ആവശ്യപ്രകാരം ഏറ്റുമുട്ടിയപ്പോൾ റുക്കാനത്ത് പരാജയം സമ്മതിക്കാൻ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ചുരുക്കം, ഏറ്റവും വലിയ ശക്തിയുടെ ഉടമയെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാകുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. ലോകത്ത് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഭംഗിയുടെ പേരിലായിരിക്കും. അയാളുടെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് പലരും അയാളെ ഇഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ലോകത്ത് വളരെ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ആയിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗി ആ കാലഘട്ടത്തിൽ ഒരൊറ്റ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. പിതാവിന്റെ മടിത്തട്ടിൽ നിന്ന് പൊട്ടക്കിണറിന്റെ അടിത്തട്ടിൽ നിന്ന് യാത്രക്കാരന്റെ ബക്കറ്റിൽ നിന്ന് ഈജിപ്തിന്റെ മാർക്കറ്റിൽ നിന്ന് അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലും എത്തിയ സംഭവ ബഹുലമായ ജീവിതത്തിന്റെ ഉടമ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബിയുടെ അഴകിൽ ആകർഷയായ സുലൈഖ യൂസുഫ് നബിയെ കടന്നു പിടിച്ച ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ആവർത്തിക്കുന്നില്ല. ഈജിപ്തിലെ എല്ലാവരുടെയും ചർച്ചയ്ക്ക് അത് വിധേയമായി. ഏത് ഒപ്പുംപെട്ടിയുടെ മുകളിലുള്ള ചർച്ചയും ഏത് ഓവുപാലത്തിന്റെ മുകളിലുള്ള ചർച്ചയും സുലൈഖ തന്റെ അടിമക്കുഞ്ഞിനെ പിടികൂടിയ, ബലമായി പിടിച്ചു വലിച്ച ആ നാറിയ കഥയായിരുന്നു. സുലൈഖ ആകെ നാണം കെട്ടിരിക്കുന്നു. അവസാനം സുലൈഖ സമർത്ഥയായ സുലൈഖ ചെയ്ത ഒരു കാര്യം, ഈജിപ്തിലെ പ്രമുഖരായ എല്ലാ സ്ത്രീകളെയും ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. എല്ലാവരും ആ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ഇരിക്കുന്നു. അവർക്ക് ഭക്ഷിക്കാൻ നല്ല ആപ്പിൾ പഴം കൊടുത്തു. ഈജിപ്തിലെ ആപ്പിൾ പഴമാണ്, നല്ല മധുരമുള്ള ആപ്പിൾ പഴം. നല്ല മൂർച്ചയുള്ള കത്തിയും കൊടുത്തു ഓരോരുത്തർക്കും. അവരെ ആപ്പിൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സുലൈഖയുടെ നിർദ്ദേശമനുസരിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം ആ സദസ്സിന്റെ മധ്യത്തിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ആ സ്ത്രീകൾ മുഴുവനും യൂസുഫ് നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ടോ ആകാശത്തിൽ കാണുന്ന പൗർണമിയേക്കാൾ ഭംഗിയുള്ള ഈ മുഖത്തിന്റെ ഉടമ ഒരിക്കലും മനുഷ്യനല്ല, ഇത് മാലാഖമാരിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത്ഭുതം കൂറുമ്പോൾ അവരുടെ കത്തി അതിന്റെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരുന്നു. ആപ്പിളിൽ നിന്ന് മാറി അവരുടെ വിരലുകൾ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നു. വെണ്ടക്ക നുറുക്കുന്നത് പോലെ ചെരിച്ച് വിരലുകൾ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നു. ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വളരെ ദാരുണമായ ഒരു രംഗമായിരുന്നു. സുലൈഖ ആ സ്ത്രീകളെ തട്ടിയുണർത്തി. എന്നിട്ട് പറഞ്ഞു, ഓ സഹോദരിമാരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളൊന്ന് നോക്കുമ്പോൾ ആകെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വിരലുകൾ മുഴുവൻ നഷ്ടപ്പെട്ടവരും കൈപ്പത്തി നഷ്ടപ്പെട്ടവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സുലൈഖ പറഞ്ഞു, ഇപ്പോൾ യൂസുഫ് ആരെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? യൂസുഫിന്റെ മുഖത്തേക്ക് നോക്കിയാൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന എന്റെ നിരപരാധിത്വം നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടില്ലേ? ഇത്രയും ഭംഗിയുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം ഈ ചരിത്രങ്ങളൊക്കെ വിവരിച്ചിട്ട് ആ പണ്ഡിതന്മാർ പറയുന്നു, സുലൈഖയുടെ ആ ക്ലബിൽ, ആ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയ സ്ത്രീകൾ യൂസുഫ് നബിക്ക് പകരം അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്തേക്കായിരുന്നു നോക്കിയിരുന്നതെങ്കിൽ അവർ വിരല് മുറിച്ചിട്ട് നിർത്തുമായിരുന്നില്ല. മറിച്ച് അവരുടെ ആത്മാവിനെ തന്നെ റസൂലുള്ളാഹിനെ കിട്ടാൻ വേണ്ടിയിട്ട്
അവര് നഷ്ടപ്പെടുത്തുമായിരുന്നു. ഇത്രയും ഭംഗിയുടെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭംഗിയുടെ കാര്യത്തിലും റസൂലുള്ളയാണ്. ആ റസൂലുള്ളാഹിയുടെ സ്വലാത്ത് ഉൾക്കൊള്ളുന്ന മജ്ലിസിലാണ് നാം ഉള്ളത്. ഇവിടെ നമുക്ക് മദ്ഹ് പറയാനുണ്ട്, മദ്ഹ് പാടാനുണ്ട്. അതിനാണ് നാം വന്നിരിക്കുന്നത്. ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ഇതൊക്കെ നിർവഹിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല, ഒരൊറ്റ കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട്, പ്രവർത്തകരായ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിന് അത് ഒന്ന് കാരണമാകുന്നുവെങ്കിൽ എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഒന്ന് മാത്രം പറയട്ടെ. ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്ന ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് കോട്ടക്കൽ അടുത്ത് നടന്ന സമ്മേളനത്തിലായിരുന്നു, SYSന്റെ സമ്മേളനത്തിലായിരുന്നു. ആ സമ്മേളനത്തിന്റെ തീരുമാനങ്ങളിൽ ഒരു തീരുമാനം, ഏകദേശം 10 ലക്ഷം ഉറുപ്പിക കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെച്ചിരുന്നു. അതനുസരിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ആശുപത്രിയെ പറ്റും പ്രവർത്തകർ പഠനം നടത്തി. ഈ കാശ് നൽകാൻ ഏറ്റവും അർഹരായ ആശുപത്രി ഏത്? അവസാനം അവരുടെ റിപ്പോർട്ട് എത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ 6ാം വാർഡ് കുഷ്ഠരോഗ വാർഡായിരുന്നു. കുഷ്ഠരോഗികളെ കുറിച്ച് ആർക്കാണ് അറിയാത്തത്? കുഷ്ഠരോഗിയുടെ മുഖത്തേക്ക് നോക്കിയാൽ അന്ന് അന്നം കിട്ടുകയില്ല, അത് മുടങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കുന്നവരല്ലേ മലയാളികൾ. കുഷ്ഠരോഗിയോട് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ തയ്യാറാകാറുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള ആ കുഷ്ഠരോഗികൾ പാർക്കുന്ന 6ാം വാർഡായിരുന്നു ഏറ്റവും അർഹതപ്പെട്ട വാർഡ്. അതനുസരിച്ച് നമ്മുടെ സംഘടന ആ കാശ് അവിടെ ചെലവഴിച്ചു. എന്നിട്ട് അവിടെ പൊട്ടും മുറിവൊക്കെ നീക്കി, അവിടുത്തെ ടൈല് മാറ്റി, അവിടുത്തെ കട്ടിലുകൾ മാറ്റി, അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാറ്റി 8 ലക്ഷം 10 ലക്ഷത്തോളം ഉറുപ്പിക അവിടെ ചെലവഴിച്ചു. ആ രോഗികൾക്കൊക്കെ നല്ല ഒരു ജോഡി വസ്ത്രവും നൽകി. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് സംഘടനാ പ്രവർത്തകരടങ്ങിയ ചെറിയൊരു സംഘമുണ്ടായിരുന്നു. അഭിവന്യരായ ശൈഖുന ഖമറുൽ ഉലമ അവരുടെ നേതൃത്വത്തിൽ അന്ന് അവിടെ ഒരു ലളിതമായ ചടങ്ങ് നടന്നു. അതിൽ ആശുപത്രിയുടെ സൂപ്രണ്ട് അടക്കം പ്രഗത്ഭരായ പലരും പങ്കെടുത്തിരുന്നു. ആ സൂപ്രണ്ട് പറഞ്ഞു, അങ്ങയുടെ ഈ സേവനം ഒരിക്കലും ഈ സ്ഥാപനം മറക്കുകയില്ല. മഹത്തായ ഒരു സേവനമാണ് നിങ്ങൾ ചെയ്തത്. ഈ കുഷ്ഠരോഗികളെ ഒന്ന് നല്ലതുപോലെ നോക്കുന്നവരോ ഒന്ന് പുഞ്ചിരിക്കുന്നവരോ ആയിട്ട് ഒരൊറ്റ മനുഷ്യനെ കാണാൻ കഴിയില്ല. നിങ്ങളുടെ അനുയായികൾ ഈ ചെയ്ത സേവനം ഈ സ്ഥാപനം ഒരിക്കലും മറക്കില്ല എന്നും ലിപികളെ കൊണ്ട് എഴുതപ്പെട്ടതായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് പ്രവർത്തകരോടുകൂടെ ആ രോഗികളൊന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ ആ വാർഡിലെത്തിയപ്പോൾ ആദ്യത്തെ കട്ടിലിൽ തന്നെ കറുത്തു തടിച്ച ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ഇന്ന് പുത്തൻ കുപ്പായവും പുത്തൻ തുണിയും തൊപ്പിയും ഒക്കെ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു. അഭിവന്യരായ സുൽത്താനുൽ ഉലമ ആ രോഗിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പ്രവർത്തകരും ഒപ്പമുണ്ട്. അദ്ദേഹത്തിന് സലാം ചൊല്ലി. എന്നിട്ട് ചോദിച്ചു, സാധാരണ നാം ഒരു രോഗിയെ കണ്ടാൽ എന്താ വർത്താനൊക്കെ സുഖം തന്നെയല്ലേ? ആ സുഖാണ്, അങ്ങനെ പോണ്, അങ്ങനെ ഉത്തരണ്ടാവും. ഉസ്താദ് ചോദിച്ച ചോദ്യം അങ്ങനെയായിരുന്നില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായിരിക്കുന്നു എന്നായിരുന്നു ചോദ്യം. ആ രോഗിയോട് ഉസ്താദിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഈ ആശുപത്രിയിൽ ഈ സ്ഥലത്ത് എത്തിയിട്ട് എത്ര വർഷമായിരിക്കുന്നു? അയാൾ പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇവിടെ വന്നിട്ട് 40 കൊല്ലമായിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത് ഓർത്തു നോക്കൂ. ആ മനുഷ്യൻ 40 കൊല്ലം ആ ആശുപത്രി മാത്രം. അതല്ലാത്തൊരു വായുവോ അതല്ലാത്തൊരു ആകാശമോ അയാൾ കണ്ടിട്ടില്ല. ഉസ്താദ് ചോദിച്ചു, 40 വർഷമോ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിന്റെ ഉസ്താദ് ഇങ്ങനെ പൊട്ടി കരഞ്ഞപ്പോൾ, വിങ്ങി കരഞ്ഞപ്പോൾ, കണ്ണിൽ നിന്ന് നെല്ലിക്കയുടെ അളവിലുള്ള കണ്ണുനീര് തുള്ളികൾ ഇങ്ങനെ വീണപ്പോൾ കൂടെയുള്ള പ്രവർത്തകർക്ക് സഹിക്കുമോ? അവരും കരയാൻ തുടങ്ങി. ആ സമയത്ത് ഈ കട്ടിലിരിക്കുന്ന കറുത്ത തടിച്ച മനുഷ്യൻ പറഞ്ഞു, ഉസ്താദെ, അങ്ങ് കരയരുത്, അങ്ങ് മാത്രം കരയരുത്, ബാക്കിയുള്ളവർക്കൊക്കെ കരയാം, അവർ കരയേണ്ടവരുമാകുന്നു. അർത്ഥമാർക്ക് മനസ്സിലായില്ല. ശേഷം അയാൾ പറഞ്ഞു, അഭിവന്ദരായ ഉസ്താദ് ബാക്കിയുള്ളവരോടാണ് പറഞ്ഞത്. ഈ ഉസ്താദ് ഇന്ന് ഇവിടെ ആദ്യം വരികയല്ല, 35 കൊല്ലം മുമ്പ് ഈ ഉസ്താദ് ഇവിടെ വന്നിരുന്നു.
എന്നിട്ട് ഞങ്ങൾക്ക് അന്ന് ഭക്ഷണം നൽകി. ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഞങ്ങൾ അന്ന് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണം ഉസ്താദേ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ സമയത്ത് ഉസ്താദ് ഇവിടുത്തെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു, ചർച്ച നടത്തി. സൂപ്രണ്ട് പറഞ്ഞു, ഈ കാണുന്ന വിശാലമായ ഹാളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയർ ഹാൾ നിർമ്മിക്കാം. പക്ഷേ അതിന്റെ ഒരു അരപ്പൈപ്പ് പോലും ഈ സ്ഥാപനത്തിൽ നിന്ന് തരാൻ നിർവാഹമില്ല. ഇതിന്റെ ഭരണഘടന അതിന് അംഗീകാരം നൽകുന്നില്ല. അതുകൊണ്ട് ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുണ്ടാക്കാം. ഉസ്താദ് അതിന്റെ ശേഷം ഞങ്ങൾക്കൊരു പ്രയർ ഹാൾ ഉണ്ടാക്കി തന്നു. നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു നല്ല ഹാള് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ആ ഹാളാണ് ആ കാണുന്നത്. ഉസ്താദെ ഒന്ന് പറയട്ടെ, അത് അങ്ങ് ഞങ്ങൾക്ക് സമർപ്പിച്ചതിന്റെ ശേഷം ഒരൊറ്റ നിസ്കാരവും എനിക്ക് ഖളാ ആയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു വലിയ നേതൃത്വത്തിന്റെ കീഴിലാണ് പ്രവർത്തകരായ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള ആ മഹാന്മാരുടെ തണല് ഒരുപാട് കാലം നമുക്ക് നൽകുമാറാവട്ടെ. അവരൊക്കെയല്ലേ നമ്മുടെ വഴികാട്ടികൾ. നമുക്കിന്നുള്ള സമാധാനം എന്താണ്? ഏത് പ്രശ്നം വരുമ്പോഴും നമുക്ക് ദുആ ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും നല്ലൊരു നേതൃത്വമുള്ളത് എത്ര വലിയ അനുഗ്രഹമാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് വല്ലാത്തൊരു അനുഗ്രഹമാകുന്നു. 15,000 ബിരുദധാരികളായ ആലിമുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. അത് എന്നെപ്പോലുള്ളവരൊന്നല്ല, നല്ല നല്ല കഴിവുള്ള പണ്ഡിതന്മാര്. 8,000 യതീമുകൾക്ക് എല്ലാ ദിവസവും അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ വീട്ടിലെത്തിക്കുന്നു. ഹോം കെയർ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെറിയ യതീമുകൾക്ക് അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കുന്നു. ആ കുഞ്ഞും ആ കുഞ്ഞിന്റെ വീട്ടുകാരും ഉസ്താദിന്റെ തണലിലായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മുടെ നേതൃത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഈ സ്വലാത്തിലൂടെയും അതുപോലെ ഈ ബുറുദ മജ്ലിസിലൂടെയും നാം ലക്ഷ്യം വെക്കുന്നത് ഇത്തരം ഉസ്താദുമാരുടെ, നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായി പ്രവർത്തിക്കുകയും സ്വലാത്ത് പതിവാക്കുകയും അങ്ങനെ ആ മഹാന്മാരായ ഉസ്താദുമാരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ നാളെ സ്വർഗ്ഗലോകത്ത് എത്തുകയും, ഇതാണ് നമ്മുടെ ലക്ഷ്യമുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദ് ഉവൈസ് സഖാഫി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സ്വലാത്തുമായിട്ട് എപ്പോഴും ബന്ധപ്പെടണം. സ്വലാത്തുമായിട്ട് ബന്ധമില്ലാത്തൊരു ജീവിതം നമുക്കാർക്കും പാടില്ല. എല്ലാവരും സ്വലാത്തിന്റെ ആളുകളാവണം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ, കേരളീയരായ മുസ്ലിങ്ങളുടെ ഒരു ഭാഗ്യം, അകലാട്ടുകാരായ നിങ്ങളുടെ ഒരു സൗഭാഗ്യം, രാവിലെ 8:45 അല്ലെങ്കിൽ 9 മണിയായാൽ നമ്മുടെ മദ്രസകളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അന്നത്തെ ദിവസത്തിന്റെ പഠനം അവസാനിപ്പിക്കുന്നു. എന്നാൽ രാത്രി സമയത്ത് ഈ ഇരിക്കുന്നവരൊക്കെ പള്ളിയിൽ വെച്ചും, ഇപ്പൊ പള്ളിയിൽ ചെറിയ സൗകര്യക്കുറവുണ്ട്, എന്നാൽ വീട്ടിൽ വെച്ചും ഉമ്മമാര് പതിവായിട്ട് വീട്ടിൽ വെച്ചും ഹദ്ദാദ് റാത്തീബ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ ഹദ്ദാദ് സമാപിക്കുന്നത് 10 സ്വലാത്തോടു കൂടെയാകുന്നു. ഇനി ഒന്ന് നോക്കൂ, കേരളത്തിലെ ഫാക്ടറികളും കേരളത്തിലെ തൊഴിൽശാലകളും കേരളത്തിലെ വ്യവസായ ശാലകളുമൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് 9-9:30 മണിയോടുകൂടെയാണ്. ഏകദേശം രാത്രി 9-10 മണിയോടുകൂടെ അതിന്റെ ഷട്ടർ താഴുകയും ചെയ്തു. കേരളം പുലരുന്നത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. മദീനയിലേക്ക് 10 സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ടാണ്. കേരളം വാതിലടക്കുന്നതും 10 സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ്. ഒരു സ്വലാത്ത് മദീനയിലേക്ക് നൽകിയാൽ, നേരത്തെ കേട്ടല്ലോ, 10 സ്വലാത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ലഭിക്കും. മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി 10 സ്വലവാത്തിൻ. എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ അല്ലാഹു, നാം ഏവരും ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന സ്വാദിഖ് അലി ഉസ്താദ് അവർ എത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
ഒരുപാട് ദീർഘായുസ് നൽകുകയും ഇത്തരം സദസ്സുകൾക്കൊക്കെ നേതൃത്വം നൽകാൻ അള്ളാഹു കഴിവ് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ അവസാനിപ്പിക്കും. അങ്ങനെ 10 സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് കേരളം ഉണരുന്നതും കേരളം ഉറങ്ങുന്നതും. ആ പതിവൊക്കെ നമ്മുടെ കാരണവന്മാര്, നമ്മുടെ പിതാക്കന്മാര് നമുക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇന്ന് അതൊക്കെ മാറി സലാത്ത് ചെല്ലലും ഹദ്ദാദ് ചെല്ലലും അതൊക്കെ അപവാദമായിക്കൊണ്ട് ചിലർ രംഗത്ത് വന്നു. പക്ഷെ ഈ അകലാടോ എന്റെ കല്ലൂരൊന്നും അത് നടക്കില്ല. അതിങ്ങനെ നിങ്ങൾ നോക്കൂ, ബുർദ മജ്ലിസ് ഇതിനെ ശിർക്കാക്കാനും കുഫറാക്കാനും 100 കൊല്ലം ഇവിടുത്തെ സലഫികൾ പരിശ്രമിച്ചെങ്കിൽ ഇന്ന് 1.5 വയസ്സായ 2 വയസ്സായ കുട്ടികളുടെ നാക്കിൽ നിന്ന് ഈ ബുർദയുടെ ഈരടികൾ ഇങ്ങനെ വരുന്നുവെങ്കിൽ ബുർദയുടെ കറാമത്താണ്, റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്താണ് കാണുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊക്കെ ഈ സാധുവായ വിനീതനായ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൊക്കെ ഉഖ്റവിയായ ആബിലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീന ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ബുർദ മജ്ലിസ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് 2 വിഷയങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദ്